പുലർച്ചെ 6 മണിക്കാണ് ഞങ്ങൾ ഭൂതത്താൻകെട്ടിൽ നിന്നും തട്ടേക്കാടേക്ക് യാത്ര തിരിച്ചത്. ഇവിടത്തെ അംഗീകൃത ഗൈഡായ റോയ് എബ്രഹാമാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ സമീപത്തു നിന്നും തട്ടേക്കാടിലേക്ക് 3.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ജലപാത ദൃശ്യവിസ്മയങ്ങളുടെ കലവറയാണ്. ജലമാർഗമുള്ള യാത്രയ്ക്കൊപ്പം തന്നെ ചരിത്രവും മിത്തും കെട്ടുപിണഞ്ഞു കിടക്കുന്ന വനപ്രദേശങ്ങളും സഞ്ചാരികൾക്ക് ഇവിടെ കാണുവാനാകും. ചെറുതും വലുതുമായ 32ഓളം ക്യാച്ച്മെന്റ് ഏരിയകളുണ്ട് ഭൂതത്താൻകെട്ടിൽ. പെരിയാറിൽ ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്തെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് കൂട്ടിക്കൽ. ഇടമലയാർ പുഴയുടെയും ഇടുക്കി പുഴയുടെയും സംഗമസ്ഥാനം കൂടിയാണ് ഇവിടം. ഏതാണ്ട് 200 അടിയോളം ആഴമുണ്ട് കൂട്ടിക്കലിന്. ഇതിന് സമീപമുള്ള വനപ്രദേശങ്ങളിൽ ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാനെത്താറുണ്ട്. പുലർച്ചെയുള്ള ബോട്ടിങ്ങിൽ മിക്കവാറും ആനക്കൂട്ടങ്ങളെ കാണാറുണ്ടെന്ന് ഗൈഡ് റോയ് എബ്രഹാം പറഞ്ഞു. മാത്രവുമല്ല, മ്ലാവുകളുടെ കൂട്ടവും ഇവിടെ പതിവായി എത്താറുണ്ട്. പുഴയിലെ എസ് വളവും ഈ ഭാഗത്തിന്റെ പ്രത്യേകതയാണ്. പെരിയാറിന്റെ ജലസൗന്ദര്യം ഏറ്റവും ആകർഷകമായി മാറുന്ന മേഖല കൂടിയാണ് കൂട്ടിക്കൽ. ഇവിടെ നിന്ന് ഓരോ സെക്കൻഡും പിന്നിടുമ്പോഴും പെരിയാർ കൂടുതൽ മോഹവതിയും ചരിത്രത്തിന്റെയും മിത്തിന്റെയും പോറ്റമ്മയും ആയി മാറുകയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷി നിരീക്ഷണ കേന്ദ്രമായ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് എതിർവശമുള്ള ചേലമലയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോതമംഗലം ഭരിച്ചിരുന്ന ആദിചേരരുടെ സ്മരണകൾ ഉറങ്ങുന്ന വനപ്രദേശമാണ് ചേലമല. മാത്രവുമല്ല, ഉഗ്രവിഷമുള്ള കരിങ്കൂടൻ ഇനത്തിൽപ്പെട്ട രാജവെമ്പാലകളുടെയും ഇതര ഇഴജന്തുക്കളുടെയും ഏറ്റവും വലിയ ആവാസ മേഖല കൂടിയാണ് ഈ നിബിഡവനം. ആദിചേരരുടെ സമ്മർ പാലസിന്റെ തകർന്ന അവശിഷ്ടങ്ങളും ചെറു നീന്തൽ കുളങ്ങളും ചേലമലയിൽ ഇപ്പോഴുമുണ്ട്. ആ അവശിഷ്ടങ്ങൾക്ക് മേൽ ഇപ്പോൾ ഇഞ്ചക്കാടുകൾ പൊതിഞ്ഞിരിക്കുകയാണ്. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ ശല്യവും ചേലമലയെ പറ്റിയുള്ള നിഗൂഢ കഥകളും മൂലമാവാം അധികമാരും ഇപ്പോൾ ഇവിടേക്ക് പോകാറില്ല. ഇവിടേക്ക് കയറുന്നവരുടെ കണ്ണുകെട്ടി വഴിതെറ്റിക്കുന്ന ഏതൊക്കെയോ നിഗൂഢ ശക്തികൾ ചേലമലയുടെ ഇരുണ്ട ഭൂമിയിലുണ്ടെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. ഈ ജലപാതയിലൂടെയുള്ള ബോട്ടിങ്ങിൽ ചേലമലയുടെ നിശബ്ദ നിഗൂഢ സൗന്ദര്യങ്ങൾ ആസ്വദിക്കുവാനാകും. വിദൂര ദേശങ്ങളിൽ നിന്നും തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് എത്തുന്ന ജലപക്ഷികൾ തമ്പടിക്കുന്നതും ഈ പ്രദേശത്താണ്. ഡാമിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് നിരവധി ജലപക്ഷികളെ ഇവിടെ കാണുവാനാകും. അത്തരത്തിലുള്ള ഒന്നാണ് സ്നേക്ക് ബേർഡ് എന്ന ഈ ജലപക്ഷി. കഴുത്ത് പാമ്പിനെ പോലെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പക്ഷി ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഇനിയും നിരവധി പ്രദേശങ്ങളും കഥകളും ഒഴുകി നടക്കുന്ന ജലമാർഗങ്ങൾ ഭൂതത്താൻകെട്ടിലുണ്ട്.